ഹായ് ഹലോ എല്ലാവർക്കും ചേസ് യുവർ ഡ്രീംസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ അറിവും പകരാനാണ് എത്തിയിരിക്കുന്നത്. ഒരു ചെറിയ അറിവ് തന്നെയാണ്, ഏറ്റവും ചെറിയ ഒരു അറിവാണ്. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യം നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അറിവിലേക്കുള്ളത്, പണ്ട് മുതൽക്കേ നമുക്ക് അറിയാവുന്നത് അതെന്തെന്നാണ്? വത്തിക്കാൻ സിറ്റി എന്നാണ്, അല്ലേ? വത്തിക്കാൻ സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. എന്നാൽ അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ്. എല്ലാവർക്കും സ്ക്രീനിലൂടെ കാണാനാകും ഏതാണ് ആ രാജ്യമെന്നൊക്കെ. ഞാൻ നോട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കുഞ്ഞൻ രാഷ്ട്രമാകാൻ ഒരുങ്ങുന്നു. ഏതാണ്? ബെക്താഷി. ഏതാണ് ആ രാജ്യം? ബെക്താഷി. അപ്പൊ ഇനി ആരെങ്കിലും ചോദിക്കും ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം? ഒരിക്കലും നമ്മൾ ഇനി വത്തിക്കാൻ സിറ്റി പറയില്ല. ഇപ്പോഴേതാണ്? ബെക്താഷിയാണ്. ബെക്താഷി ഉടനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും കുഞ്ഞൻ രാഷ്ട്രം ബെക്താഷി. സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താഷി ഓർഡർ എന്നായിരിക്കും പേര്. അപ്പോ ഈ രാജ്യത്തിന്റെ പേര് വെറും ബെക്താഷി അല്ല, പിന്നെന്താണ്? സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താഷി ഓർഡർ എന്നാണ് ഈ രാജ്യത്തിന് പേരിട്ടിരിക്കുന്നത്. വിസ്തൃതി കേവലം 27 ഏക്കർ മാത്രമാണ്. പണ്ട് നമ്മുടെ ഭൂപ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയുടെ അത്രയും മാത്രം കേവലം വിസ്തീർണമുള്ള ഒരു രാജ്യമാണ് പുതുതായിട്ട് വരാൻ പോകുന്നത്. സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താഷി ഓർഡർ. കേവലം 27 ഏക്കർ മാത്രമാണ് വിസ്തൃതി. അൽബേനിയയുടെ തലസ്ഥാനമായ ടിരാനയുടെ കിഴക്ക് അധിവസിക്കുന്ന സൂഫി മുസ്ലിം ന്യൂനപക്ഷമായ ബെക്താഷികൾക്ക് സ്വന്തമായൊരു രാജ്യം നൽകുമെന്ന് അൽബേനിയൻ പ്രധാനമന്ത്രി എഡിരാമ UN പൊതുസഭയിൽ അറിയിച്ചിരുന്നു. അപ്പൊ എന്താണ്? അൽബേനിയയുടെ തലസ്ഥാനമാണ് ടിരാന. നമുക്ക് ലോകരാഷ്ട്രങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചാൽ വേണമെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാകാം. അൽബേനിയയുടെ തലസ്ഥാനം ഏതാണ് അൽബേനിയയുടെ തലസ്ഥാനം? ടിരാന. ടിരാനയാണ് അൽബേനിയയുടെ തലസ്ഥാനം. അൽബേനിയയുടെ തലസ്ഥാനമായ ടിരാനയുടെ കിഴക്ക് അധിവസിക്കുന്ന സൂഫി മുസ്ലിം ന്യൂനപക്ഷമായ ബെക്താഷികൾക്ക് സ്വന്തമായൊരു രാജ്യം നൽകുമെന്ന് അൽബേനിയൻ പ്രധാനമന്ത്രി എഡിരാമ UN പൊതുസഭയിൽ അറിയിച്ചിരുന്നു. അപ്പോൾ അൽബേനിയയുടെ പ്രധാനമന്ത്രി ആരെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. എഡിരാമയാണ് എന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനമന്ത്രിയുടെ തീരുമാനം രാജ്യത്തിന്റെ പാർലമെന്റ് അംഗീകരിക്കുന്നതോടെ സ്വന്തമായി പാസ്പോർട്ടും അതിർത്തിയുമുള്ള സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ബെക്താഷി മാറും. അപ്പോ പ്രധാനമന്ത്രിയുടെ തീരുമാനം അവിടുത്തെ പാർലമെന്റ് അംഗീകരിക്കുന്നതോടെ എന്താവുകയാണ്? സ്വന്തമായി ഒരു പാസ്പോർട്ടും കൃത്യമായ അതിർത്തിയുമുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ട് ബെക്താഷി മാറുകയാണ്. അൽബേനിയയിലെ 50% മുസ്ലിങ്ങളിൽ 10% ബെക്താഷിയിലാണുള്ളത്. അപ്പോ അൽബേനിയയിലെ 50% മുസ്ലിങ്ങളിൽ 10% ബെക്താഷിയിലുള്ളതാണ്. അപ്പൊ എല്ലാവരും മറക്കാതിരിക്കുക. അൽബേനിയയുടെ തലസ്ഥാനമാണ് ടിരാന. അൽബേനിയൻ പ്രധാനമന്ത്രി എഡിരാമ. അടുത്തിടെ നിലവിൽ വരാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി മാറാൻ പോകുന്ന രാജ്യമാണ് ബെക്താഷി, അല്ലെങ്കിൽ സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താഷി ഓർഡർ.